ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വിനായക ചതുർത്ഥിയായിട്ട് മധുരം ഒരുപാട് ഇഷ്ടമുള്ള ഗണപതിക്ക് വേണ്ടി ഇപ്പോൾ ലഡു ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ നട്ട്സ് എല്ലാം വറുക്കുന്നത്. നട്ട്സ് മാത്രമല്ല, നമ്മൾ മുന്തിരിയും വറുക്കുന്നുണ്ട്, ഉണക്കമുന്തിരി. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ്സ് മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കരിഞ്ഞു പോകല്ല, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് എടുത്ത് വെക്കാം. 2 ഗ്ലാസ് കടലമാവാണ് വേണ്ടത്, അത് ഞാൻ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് പഞ്ചസാര വേണം, അതും ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ കടലമാവിലേക്ക് 1 നുള്ളു ഉപ്പും 1 നുള്ളു ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമുക്കൊട്ടും കട്ടയില്ലാതാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ചിലവരൊക്കെ മിക്സി യൂസ് ചെയ്യാറുണ്ട്. മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും. ഞാനതൊന്നും ചെയ്യില്ല, ഞാനിങ്ങനെ അല്ലാണ്ട് മിക്സ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു തവിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ തവിയുടെ മേൽ കൂടിയാണ് നമ്മൾ മാവ് എടുത്തൊഴിച്ച് ബൂന്തീസ് റെഡിയാക്കുന്നത്. അങ്ങനെ എല്ലാ ബൂന്തീസും ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയിലോട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ മാറ്റി വെക്കുകയാണ് ഒരു ബൗളിലോട്ട്. നമ്മുടെ ബൂന്തീസ് എല്ലാം കറക്റ്റായി കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി പഞ്ചസാര പാനി റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് നേരത്തെ അളന്ന് വെച്ചിരുന്ന 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചത്. അതിലേക്ക് 1.5 ഗ്ലാസ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്കൊന്ന് യോജിപ്പിക്കണം. പിന്നെ ഇത് ഒരു നൂൽ പരുവത്തിലേക്ക് ആക്കണം, അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ലഡു ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കും ഈ ഒരു കലാപരിപാടിക്ക് വേണ്ടിയാണ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഒരു നൂൽ പരുവം വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. പിന്നെ ഒരു നൂൽ പരുവം എങ്ങനെയാണ് ആകുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്സ് ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഈ ഡ്രോപ്പ് മേലോട്ട് കയറി വരണം, അതാണ് ഒരു നൂൽ പരുവം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത് കറക്റ്റ് ആയിരിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ ലഡുവിൻ്റെ പണി പാളും. അപ്പോൾ അതുവരെ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ലാസ്റ്റിൽ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്, ഒരു നൂൽ പരുവം ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ബൂന്തീസ് എല്ലാം ഇതിലേക്കിടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്കൊന്ന് യോജിപ്പിക്കണം. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ നമുക്കൊരു ഡൗട്ട് വരും, ഇത് ലഡു തന്നെ ആകുമോ, കാരണം ഭയങ്കര ലൂസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യില്ല, അത് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറേ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആദ്യം ഏലക്കയാണ് ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞ് ഞാൻ നട്ട്സും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്, നട്ട്സും മുന്തിരിങ്ങയും എല്ലാം. നട്ട്സ് കുറച്ച് ഏറെയാണ് ഇട്ടത് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഞാൻ എടുത്ത് പെറുക്കി കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റിലാണ് നമ്മളുടെ നെയ്യ്, അത് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഇതൊന്ന് ഒരു 15 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. അത് കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് പരുവായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഉരുട്ടിയെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മളാണ് തീരുമാനിക്കുന്നത് ലഡുവിൻ്റെ വലിപ്പമൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ലഡു ഉരുട്ടിയെടുത്തേക്കുന്നത്. ആക്ച്വലി ഇത്രയേ ഉള്ളൂ ലഡുവിൻ്റെ റെസിപ്പി. പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിലാവുമ്പോൾ കുറച്ചുകൂടെ നട്ട്സ് ഒക്കെ ഇട്ട് കുറച്ച് ടേസ്റ്റ് കൂടുവെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സമയമൊക്കെ എടുക്കും, അതാണ് ആരും മെനക്കെടാത്തത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ, അപ്പോൾ അതൊരു സന്തോഷമല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഫുഡ് കളർ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്താലും വിഷയമൊന്നുമില്ല കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ എന്തോരം ഫുഡ് കളേഴ്സാണ് ഇടുന്നത്, അതൊന്നും വിഷയമല്ല. പിന്നെ എൻ്റെ പ്രാർത്ഥന മൊത്തം ഗണപതി ഭഗവാൻ എൻ്റെ ലഡൂസൊക്കെ ഇഷ്ടപ്പെടണേന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.